ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് ആനച്ചാൽ മൂന്നാറിക്കുൻ റിസോർട്ടിലാണ്. രാവിലെ തന്നെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി കുളിക്കാനുള്ള പരിപാടിയാണ്. കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇവിടെ നമുക്ക് ഡ്രൈവർമാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം അത് കഴിക്കാനുള്ള പോക്കാണ്. പുട്ടും കടലയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതും കഴിച്ചു കഴിഞ്ഞ് ഗസ്റ്റുമായിട്ട് നേരെ ഇനി മൂന്നാർ സൈഡ് സീനാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. റോഡ് പണി അത്യാവശ്യം തീരാറായി. ഇന്ന് നല്ല ചൂടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ മൂന്നാർ കാണാൻ നല്ല രസമാണ്. കോടയില്ലാത്തതുകൊണ്ട് ദൂരെയുള്ള മലകളും മറ്റും നല്ലപോലെ കാണാൻ പറ്റും. ആദ്യം ഞങ്ങൾ നേരെ പോയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. അങ്ങനെ ഗസ്റ്റിനെ കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലാക്കി ഞാൻ നേരെ പാർക്കിങ്ങിലോട്ട്. ഇവിടെ വന്നാൽ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. ഇത് അമൽ, എൻ്റെ ഒരു ഫോളോവറാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ചായ കുടിക്കാനായിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ പോയത് മൂന്നാർ ടീം മ്യൂസിയത്തിലോട്ടാണ്. അന്ന് അത്യാവശ്യം തിരക്കൊന്നുമില്ല. ഗസ്റ്റിനെ കൊണ്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിലാക്കി ഞാൻ നേരെ പാർക്കിങ്ങിലോട്ട്. ഇവിടെ ഡ്രൈവർമാർക്ക് ഒരു ഫ്രീ ചായ ഉണ്ട്. ഇവിടെ വന്നാൽ ഈ ഒരു ചായ കൂടി മസ്റ്റാണ്. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വന്നതാണ്. റോച്ചാസിലാണ് കയറിയത്. ഞാനൊരു മീൽസാണ് പറഞ്ഞത്. അങ്ങനെ മാട്ടുപ്പെട്ടി കഴിഞ്ഞപ്പം ഗസ്റ്റിന് ബോട്ടിങ് വേണമെന്ന് പറഞ്ഞു. സൺമൂൺ വാലിയിലാണ് ഗസ്റ്റിന് പെഡൽ ബോട്ട് കൊടുക്കാനായിട്ട് വന്നത്. അത് കഴിഞ്ഞ് നേരെ ഈക്കോ പോയിന്റിലോട്ടാണ് വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പം ഇതാണ് അവസ്ഥ. വറ്റി വരണ്ട് കിടക്കുന്ന തടാകം. ഗസ്റ്റ് അവിടെ നിന്ന് കണ്ടിട്ട് നേരെ തിരിച്ചു പോന്നു. അങ്ങനെ ഇന്നത്തെ യാത്ര മതിയാക്കി ഞങ്ങൾ നേരെ തിരിച്ച് റിസോർട്ടിലോട്ട്. ഇന്നിനി റെസ്റ്റാണ്. വണ്ടി നേരെ കൊണ്ടേ പാർക്കിങ്ങിലിട്ടു. ആദ്യം വന്നുകൊണ്ട് അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ചായ കുടിക്കാനായിട്ട് പോകുന്നതാണ്. കുറച്ചങ്ങ് മാറി ഒരു കടയുണ്ട്, അവിടെ പോയി വേണം ഒരു ചായ കുടിക്കാൻ. അങ്ങനെ ചായക്കട എത്തി, ഒരു ചായ കുടിച്ചു. ഇന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിച്ചു. അടുത്തെങ്കും കടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവർമാരെല്ലാം കൂടെ ചേർന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയായിരുന്നു. ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ ഫുഡ് കഴിയെല്ലാം കഴിഞ്ഞു. വണ്ടിയിൽ സീറ്റൊക്കെ മടക്കി ബെഡ് വിരിച്ചു. ഇന്നിനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. നാളെ നമ്മുടെ ഗസ്റ്റിന് തേക്കടിക്കാണ് പോകേണ്ടത്. അപ്പം അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്, ബൈ. ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് ആനച്ചാൽ മൂന്നാറിക്കുൻ റിസോർട്ടിലാണ്. രാവിലെ തന്നെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി കുളിക്കാനുള്ള പരിപാടിയാണ്. കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇവിടെ നമുക്ക് ഡ്രൈവർമാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം അത് കഴിക്കാനുള്ള പോക്കാണ്. പുട്ടും കടലയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതും കഴിച്ചു കഴിഞ്ഞ് ഗസ്റ്റുമായിട്ട് നേരെ ഇനി മൂന്നാർ സൈഡ് സീനാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. റോഡ് പണി അത്യാവശ്യം തീരാറായി. ഇന്ന് നല്ല ചൂടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ മൂന്നാർ കാണാൻ നല്ല രസമാണ്. കോടയില്ലാത്തതുകൊണ്ട് ദൂരെയുള്ള മലകളും മറ്റും നല്ലപോലെ കാണാൻ പറ്റും. ആദ്യം ഞങ്ങൾ നേരെ പോയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ്. അങ്ങനെ ഗസ്റ്റിനെ കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിലാക്കി ഞാൻ നേരെ പാർക്കിങ്ങിലോട്ട്. ഇവിടെ വന്നാൽ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. ഇത് അമൽ, എൻ്റെ ഒരു ഫോളോവറാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ചായ കുടിക്കാനായിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞ്